ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിലെ ഏറ്റവും ഫേമസ് സൺറൈസ് വ്യൂ പോയിന്റ് ആയിട്ടുള്ള കൊളുക്കുമലയിലെ തന്നെ ഹയസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ബോസ് പീക്കിലോട്ടാണ്. ഏകദേശം 7120 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊളുക്കുമല ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഓർഗാനിക് ടീ പ്ലാന്റേഷനുള്ള ഒരേ ഒരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് കൊളുക്കുമലയിൽ നിന്നുള്ള സൺറൈസും അവിടെയുള്ള ടൈഗർ റോക്കും കാണാൻ വേണ്ടിയാണ്. അത് കാരണം അധികം ആരും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലമാണ് ഇപ്പോൾ ബോസ് പീക്ക്. ചുറ്റുമുള്ള ടീ പ്ലാന്റേഷൻസിൻ്റെയും അതുപോലെ മലകളുടെയും എല്ലാം ഒരു കംപ്ലീറ്റ് 360 ഡിഗ്രി വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ബോസ് പീക്ക് ചൂസ് ചെയ്യുന്നതാവും നല്ലത്. അതുപോലെ നടക്കാൻ ഇഷ്ടമാണെങ്കിൽ ബോസ് പീക്ക് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബോസ് പീക്ക് സ്ഥിതി ചെയ്യുന്നത് സൂര്യനെല്ലിക്ക് അടുത്തായാണ്. സോ നമ്മൾ മൂന്നാറിൽ നിന്ന് ആദ്യം സൂര്യനെല്ലിയിലെത്തണം. സൂര്യനെല്ലി ഏകദേശം ഒരു 22 കിലോമീറ്ററോളം ദൂരെയാണ് മൂന്നാറിൽ നിന്ന്. നമുക്ക് ജീപ്പോ ഓട്ടോയോ അല്ലെങ്കിൽ ലോക്കൽ ബസ്സോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെഹിക്കിളിലോ സൂര്യനെല്ലി വരെ പോകാൻ പറ്റും. സൂര്യനെല്ലിയിലെത്തിയാൽ അവിടെ നമുക്ക് 10 സ്റ്റേ മുതൽ റിസോർട്ട് സ്റ്റേ വരെയുള്ള എല്ലാ ടൈപ്പ് അക്കോമഡേഷനും അവൈലബിൾ ആണ്. ഒരു ശനിയാഴ്ച ഉച്ചയോടെ മൂന്നാറിലെത്തിയ ഞങ്ങൾ പിറ്റേന്ന് ഞായറാഴ്ച രാവിലെയാണ് ബോസ് പീക്കിലോട്ട് പോകാൻ തീരുമാനിച്ചത്. സോ അന്നത്തെ നൈറ്റ് സ്റ്റേ ഞങ്ങൾ സൂര്യനെല്ലിയിൽ തന്നെയുള്ള ഡബിൾ ട്രീ വില്ല എന്നൊരു ഹോം സ്റ്റേയിലാണ് എടുത്തത്. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നത് കൊണ്ട് 2 റൂമായിരുന്നു ബുക്ക് ചെയ്തത്. ഏകദേശം 3600 രൂപയായിട്ടോ. കൊളുക്കുമല സൺറൈസ് വ്യൂ പോയിന്റിലോട്ട് പെർമിഷനുള്ള വെഹിക്കിൾസിന് മാത്രമാണ് ഇപ്പോൾ എൻട്രി ഉള്ളൂ. സോ നോർമലി ചെയ്യുന്നത് ഇവിടെ നിന്ന് ജീപ്പ് ബുക്ക് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ അത് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഓൺലൈനായി ജീപ്പ് ബുക്ക് ചെയ്യാനുള്ള സൈറ്റ് ഇവിടെ കൊടുക്കാം. ഒരു ജീപ്പിൽ മാക്സിമം 6 പേർക്കാണ് പെർമിഷൻ ഉള്ളത്. അതുപോലെ തന്നെ സൂര്യനെല്ലി മുതൽ കൊളുക്കുമല ക്യാൻറ്റീൻ വരെയാണ് നമ്മുടെ ജീപ്പ് സഫാരി അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺലൈൻ ബുക്കിങ്ങിന് ഫിക്സഡ് പ്രൈസ് ആണ്. 6 പേർക്ക് കൂടെ 3100 രൂപയാണ് ആവുന്നത്. കൊളുക്കുമല സൺറൈസ് വ്യൂ പോയിന്റ് ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ഞങ്ങളും യാത്ര തിരിച്ചത്. പക്ഷേ ബോസ് പീക്കാണ് ഹയസ്റ്റ് പോയിന്റ് എന്നും അങ്ങോട്ടേക്ക് കുറച്ചുകൂടി ദൂരം ഉണ്ടെന്നും അവിടെ എത്തിയാണ് ഞങ്ങൾ അറിഞ്ഞത്. സോ ഓൺലൈൻ ബുക്കിങ്ങിന് പുറമെ നമ്മൾ ഡ്രൈവർക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താണ് ബോസ് പീക്ക് വരെ പോയത്. നമ്മൾ ബോസ് പീക്കിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. സോ അതിനു വേണ്ടി ഒരാൾക്ക് 700 രൂപയാണ് ചാർജ്. ഈ ടിക്കറ്റിനകത്ത് നമുക്ക് ഒരു ചായയും ഒരു വാട്ടർ ബോട്ടിലും ഫ്രീ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡ്രൈവറുടെ കോൺടാക്ട് നമ്പർ ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് പേയ്മെന്റ് കിട്ടിയോ എന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിൽ പേയ്മെന്റിന്റെ ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. സോ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ എന്തായാലും അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മുടെ രാവിലെയുള്ള യാത്ര ചിലപ്പോൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ബോസ് പീക്കിലെ സൺറൈസ് കാണാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ രാവിലെ 4 മണിക്ക് തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് ടിക്കറ്റ്സ് ആണ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത്. സോ ഒരുപാട് റഷ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. സോ രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ ടിക്കറ്റ് കിട്ടാനും കറക്റ്റ് വ്യൂ പോയിന്റ് നോക്കി നമുക്ക് സ്ഥലം പിടിക്കാനും എല്ലാം എളുപ്പമായിരിക്കും. ഞങ്ങൾ രാവിലെ 4 മണിക്ക് തന്നെ ജീപ്പിന് വേണ്ടി റെഡിയായി നിന്നു. പറഞ്ഞ പോലെ തന്നെ കൃത്യം 4 മണിക്ക് തന്നെ ഡ്രൈവർ വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എൻട്രി എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. സൂര്യനെല്ലിയിൽ നിന്ന് കൊളുക്കുമലയിലോട്ടുള്ള ഈ ജീപ്പ് റൈഡ് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. ഇതിൽ ഒരു 5 കിലോമീറ്ററോളം കംപ്ലീറ്റ് ഓഫ് റോഡാണ്. സൂര്യനെല്ലിയിലുള്ള ചെക്ക് പോസ്റ്റിൽ നിന്ന് 4:30ക്കാണ് എല്ലാ വണ്ടികളും കടത്തിവിടുന്നത്. പുലർച്ചെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും ഓഫ് റോഡ് എക്സ്പീരിയൻസ് കാരണം നമുക്കധികം ഉറക്കമൊന്നും വന്നില്ല. ഓഫ് റോഡ് എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയായിരുന്നു. ഏകദേശം ഒരു 5:30 അടുപ്പിച്ച് ഞങ്ങൾ ബോസ് പീക്കിലെ ഏറ്റവും താഴെയുള്ള പോയിന്റിലെത്തി. ഇനി ഇവിടെ നിന്നൊരു ചെറിയ ട്രെക്കിംഗ് ഉണ്ട്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് നടന്നു കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ മുന്നിൽ വഴി കാണിച്ചു തരാൻ വേണ്ടി 2-3 ഗൈഡ്സ് ഉണ്ടായിരുന്നു. അവരുടെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ നമുക്ക് എക്സാക്ട് വഴി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് ടീ പ്ലാന്റേഷൻ്റെ ഇടയിലൂടെയുള്ള ട്രക്കിംഗ് ആണ്. സോ വഴിയെല്ലാം ആൾറെഡി വെൽ മാർക്ക്ഡ് ആണ്. നമുക്ക് വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള എല്ലാ ഭാഗത്തും ഇവർ സ്റ്റെപ്സ് എല്ലാം കെട്ടിയിട്ടുണ്ട്. സോ ട്രക്കിംഗ് അത്ര ഡിഫിക്കൽട്ട് അല്ല. ഇതൊരു ഈസി ട്രക്കിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ബോസ് പീക്കിൻ്റെ ടോപ്പിലോട്ടുള്ള ട്രക്കിംഗ് ഏകദേശം അരമണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ 6 മണി ആകുമ്പോഴേക്കും തന്നെ ടോപ്പിലെത്തി. ഇപ്പോൾ ഇവിടെ അധികം വെളിച്ചമൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. സൂര്യനൊക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ. നമ്മളാണ് ഇന്ന് ആദ്യം എത്തിയത്. സൂര്യനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഈ കൊളുക്കുമല ബോസ് പീക്കിലോട്ടെല്ലാമുള്ള എൻട്രി ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. സോ നമുക്ക് സൺറൈസോ അല്ലെങ്കിൽ സൺസെറ്റോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള സ്ലോട്ടോ ഇതിൽ ഏത് ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നോർമലി എല്ലാവരും സൺറൈസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്.
അതുപോലെ ഇവിടെ എല്ലാം റേഞ്ച് കൂടുതലുള്ളത് BSNL സിമ്മുകൾക്കാണ്. ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. നമുക്ക് നല്ല ക്ലിയർ സ്കൈ ആയിരിക്കും ആ ടൈമിലൊക്കെ. സോ നമുക്ക് സൺറൈസ് എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നൈറ്റ് സ്കൈ വാച്ചിങ്ങിനെല്ലാം പറ്റിയ സ്ഥലമാണ് ഇവിടെ. ഇവിടെ തന്നെ രാവിലെ 5 മണിക്ക് തന്നെ ഒരുപാട് സ്റ്റാർസിനെ കണ്ടിരുന്നു. സോ ഇവിടെ 10 സ്റ്റേ എല്ലാം എടുക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഞങ്ങൾ ടോപ്പിലെത്തി 6 മണി 6:15 സമയത്തും താഴെ നിന്ന് പിന്നെ ഒരുപാട് ജീപ്പുകൾ കൊളുക്കുമലയിലോട്ടും ബോസ് പീക്കിലോട്ടും എല്ലാം വരുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ വ്യൂ എല്ലാം നമുക്ക് വളരെ മനോഹരമായി മുകളിൽ നിന്ന് കാണാൻ പറ്റും. അത്രയും ഹൈറ്റിൽ നിന്ന് ജീപ്പെല്ലാം കയറി വരുന്നത് നമുക്ക് നല്ലൊരു സിനിമാറ്റിക് വിഷ്വലാണ്. കൊളുക്കുമലയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സൺറൈസും ഇവിടെ കിട്ടുന്ന ക്ലൗഡ് ബെഡുമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടീ പ്ലാന്റേഷനും ബോസ് പീക്കിലുള്ള 360 ഡിഗ്രി പനോരമിക് വ്യൂസും അത് രണ്ടും അടിപൊളിയാണ്. സോ സൺറൈസ് ഒരു 6:15 മെല്ലെ തുടങ്ങിയായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സൂര്യനെ കാണാൻ പറ്റിയത് 6:30 കൂടിയാണ്. നമ്മൾ ഗൂഗിളിൽ ടൈം നോക്കിയപ്പോഴും അന്നത്തെ സൺറൈസ് പറയുന്ന 6:35 ആയിരുന്നു. സോ ഇന്നധികം മൂടൽമഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു സൺറൈസ് അടിപൊളിയായിട്ട് കാണാൻ പറ്റി. രാവിലെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞതുപോലെ ഞങ്ങൾ നേരത്തെ വന്നത് വളരെ നന്നായെന്ന് തോന്നി. കാരണം ബോസ് പീക്കിന് ചുറ്റും വളരെ കുറച്ച് സ്ഥലമാണ് നമുക്ക് നിൽക്കാൻ വേണ്ടിയുള്ളൂ. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് സൺറൈസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാനും ഒരുപാട് ഫോട്ടോസ് എടുക്കാനും പറ്റി. ഏകദേശം ഒരു 7:30 വരെ ഞങ്ങളവിടെ സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ മെല്ലെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. സോ തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ വന്ന വഴിയുടെ ഭംഗിയെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഫുൾ ഇരുട്ടായിരുന്നു. സോ തിരിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോയത്. തിരിച്ചിറങ്ങുന്ന വഴിയിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം കണ്ടുവരുന്ന ഒരുപാട് നല്ല ഫ്ലവേഴ്സും ചെടികളെല്ലാം നമ്മൾ കണ്ടു. നമ്മുടെ നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവറായ റോഡോഡെൻഡ്രൻസ് എല്ലാം വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റി. തിരിച്ചിറങ്ങിയതിന് ശേഷം കൊളുക്കുമലയിലെ ക്യാൻറ്റീനിൽ നിന്ന് ചായയും കുടിച്ചാണ് ഞങ്ങൾ ബാക്കി ദൂരം ജീപ്പിൽ പോയത്. രാവിലെ വന്നത് ഓഫ് റോഡ് ആയിരുന്നെങ്കിലും ആ വഴിയൊന്നും നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. സോ ഈ തിരിച്ചു പോകുന്ന സമയത്താണ് നമുക്ക് ആ വഴിയും അതിൻ്റെ ഭംഗിയും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയത്. പീക്ക് സീസണിലെല്ലാം ഇവിടെ നല്ല തിരക്കായിരിക്കും. സോ ജീപ്പെല്ലാം അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും അങ്ങനത്തെ സമയങ്ങളിൽ നല്ലത്. നമ്മൾ സ്റ്റേ ചെയ്ത സൂര്യനെല്ലി കേരളത്തിലാണെങ്കിലും നമ്മൾ ഇപ്പോൾ വന്ന കൊളുക്കുമലയെല്ലാം കേരള തമിഴ്നാട് ബോർഡറിലാണ് വരുന്നത്. അതുപോലെ ഈ കൊളുക്കുമലയിൽ നിന്ന് തന്നെ മീശപ്പുലിമലയിലേക്ക് ഡയറക്റ്റ് വഴികളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് റിസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ വഴി യൂസ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ടീ പ്ലാന്റേഷൻസ് ആണ് കൊളുക്കുമലയിലുള്ളത്. എങ്കിലും ഇപ്പോൾ പോലും പെസ്റ്റിസൈഡ്സോ ഫെർട്ടിലൈസേഴ്സോ ഒന്നും ഇവർ ഉപയോഗിക്കുന്നില്ല. എവിടെ നിർത്തിയാലും വ്യൂ പോയിന്റ്സും നല്ല വിഷ്വൽസുമുള്ള മൂന്നാറിൽ ബോസ് പീക്ക് വ്യത്യസ്തമായി നിൽക്കുന്നത് അതിൻ്റെ ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കിങ്ങും സൺറൈസും 360 ഡിഗ്രി വ്യൂവും കൂടി ഉൾപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ ബോസ് പീക്ക് ട്രക്കിംഗ് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മൂന്നാറിൽ തന്നെയുള്ള ചക്രമുടി പീക്കാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.